ഡൽഹിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തന്റെ പ്രസംഗത്തെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിവാദങ്ങൾക്ക് പിന്നാലെ തന്റെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം പുറത്തുവിടാനുള്ള ധൈര്യം മാധ്യമങ്ങൾ കാണിക്കണം. ഇടമലക്കുടിയിലെയും വയനാട്ടിലെയും ആദിവാസികൾക്കായി ശബ്ദമുയർത്തിയ കാര്യവും സുരേഷ് ഗോപി പരാമർശിക്കുന്നുണ്ട്. 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരും. അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ്, ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതം, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വലിയ വ്യത്യാസം ഉണ്ടാകും. ഇത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട്. പക്ഷെ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടിയാണ് കേട്ടത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, ഈ പ്രസംഗം മുഴുവൻ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ കേട്ടതിന് ശേഷം ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതാണ് എന്നത് ഉൾപ്പെടെ ചേർത്തുകൊണ്ട് വളരെ വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളതിനെ ചർച്ച ചെയ്യുന്നതിന് പകരമാണ് ചില വാക്കുകൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധങ്ങളും മറ്റും. പക്ഷേ ഡൽഹിയിൽ നിന്നായാലും ഈ തൃശ്ശൂരിൽ നിന്നായാലും എങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ഈ പ്രതിഷേധങ്ങളെ അമർച്ച ചെയ്യേണ്ടത് എന്ന്, അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കുന്നത് എങ്ങനെയെന്ന കാര്യമാണ് പ്രവർത്തകർ, സാധാരണക്കാരായ BJP പ്രവർത്തകർ വ്യക്തമാക്കിയതും. ഗൗതം, എന്താണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഇതിൽ വിശദമാക്കിയിരിക്കുന്നത്? ഒപ്പം ഡൽഹിയിൽ ഈ പ്രസംഗം തത്സമയം കണ്ട ആളുകളുണ്ട്, അവരുടെയും പ്രതികരണം എന്തായിരുന്നു? വീണ, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് സുരേഷ് ഗോപി ഇടുന്നത് ഇന്നലെ വൈകുന്നേരമാണ്. അതായത് തന്റെ പ്രസംഗം, രാവിലെ നടത്തിയ പ്രസംഗം വളച്ചൊടിച്ചു എന്ന് സുരേഷ് ഗോപി വിശദീകരിക്കുകയായിരുന്നു. രാവിലെ മയൂർ വിഹാറിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് എഡിറ്റ് ചെയ്ത ശേഷം ചില ഭാഗങ്ങൾ മാറ്റുകയും ചിലത് മാത്രം ഉൾപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വാർത്തകൾ പ്രചരിച്ചത്. പിന്നീട് ഉച്ച കഴിഞ്ഞ് അദ്ദേഹം ദിൽഷാദ് ഗാർഡനിലും അതുപോലെ തന്നെ മെഹ്റോളിയിലും രണ്ട് കേരള സെല്ലിന്റെ പരിപാടികളിൽ സംസാരിക്കുമ്പോഴും ഇക്കാര്യം പറഞ്ഞു. അതിനുശേഷം ഫേസ്ബുക്കിലും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തെറ്റായ വാർത്തകൾ ചിലർ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു വിഭാഗം മാധ്യമങ്ങളെ സുരേഷ് ഗോപി വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ധൈര്യമുണ്ടോ തന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം പുറത്തുവിടാൻ എന്നത് സംബന്ധിച്ചുള്ളൊരു ചോദ്യം സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെക്കുന്നു. കാരണം കേന്ദ്രമന്ത്രി പറഞ്ഞതിന്റെ ഉള്ളടക്കം എന്നത് മുന്നോക്ക വിഭാഗത്തിന്റെ കാര്യങ്ങൾക്കായി ട്രൈബൽ വിഭാഗത്തിലെ മന്ത്രിമാർ വേണം, നേരെ തിരിച്ചും വേണം എന്നതായിരുന്നു. എന്നാൽ അതിലെ മുന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ട്രൈബൽ വിഭാഗത്തിലെ മന്ത്രിമാർ വരണം എന്നത് എഡിറ്റ് ചെയ്ത് മാറ്റുകയും തിരിച്ചു പറഞ്ഞത് മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ചെയ്തത്. ഇതിനെ അതിശക്തമായി വിമർശിച്ചുകൊണ്ടും സ്വാർത്ഥ താല്പര്യമെന്ന് വിമർശിച്ചുകൊണ്ടുമാണ് സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം.